സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം രാജ്യാന്തര തട്ടിപ്പ് സംഘത്തിലേക്ക്. ഡി മണിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഉൾപ്പെടെയുള്ള മൊഴികൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന് വ്യക്തത ലഭിച്ചു എന്നാണ് സൂചന. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും ഇന്ന് ചോദ്യം ചെയ്യും. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, ഗുഡ് മോർണിംഗ്. നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. രാജ്യാന്തര തട്ടിപ്പ് സംഘത്തിലേക്ക് ഹൈക്കോടതി ആദ്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? ഇന്ന് എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്? സുധി, ആര്യ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണ് പ്രത്യേക അന്വേഷണ സംഘം കടന്നു പോകുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ സാധാരണ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളും കട്ടിളപ്പടിയിലെ പാളികളുമാണ് FIR രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയിരുന്നതെങ്കിൽ ഇത് പിന്നീട് ഇപ്പോൾ രാജ്യാന്തര ബന്ധമുള്ള വിഗ്രഹ കടത്ത് സംഘങ്ങളിലേക്ക് ഉൾപ്പെടെ മാറുന്നു എന്നതിൻ്റെ സൂചനകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യം ഇവിടെയുള്ള സ്വർണം വേർതിരിച്ച് അത് ഗോവർദ്ധന് വിറ്റു, അവിടെ നിന്ന് സ്വർണം കണ്ടെടുത്തു, അതിൻ്റെ തൊണ്ടി മുതലാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ആദ്യം വിശദീകരിച്ചിരുന്നതെങ്കിൽ അതല്ല വസ്തുത എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതായത് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം വേർതിരിച്ചു കൊടുത്തതാണോ അതല്ല അപ്പാട് തന്നെ മറിച്ചു വിറ്റതാണോ എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. VSSCയിൽ ഒരു ലാബ് റിപ്പോർട്ട് വരാനുണ്ട്. ഇതിൻ്റെ കാലപ്പഴക്കം സംബന്ധിച്ച റിപ്പോർട്ടാണ് വരേണ്ടത്. അത് വൈകുന്നത് കൊണ്ടാണ് പ്രധാനമായും ഈ അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത ഡയമണ്ട് മണി എന്ന D മണിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നലെ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തു. ഒപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശബരിമലയിലെ ഈ പറയുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പടിയിലെയും സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് കൂടാതെ വേറെന്തൊക്കെയാണ് തട്ടിപ്പ് നടന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിഗ്രഹങ്ങൾ, ഈ പറയുന്ന പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ് എന്നും ഏത് രീതിയിലാണ് കൈമാറ്റം നടന്നത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോകുന്നു. അതിനിടയിൽ ആ സമയത്തെ ബോർഡ് അംഗങ്ങളായ 2 പേരെ, വിജയകുമാറിനെയും ശങ്കർദാസിനെയും നോട്ടീസ് കൊടുത്ത് ഇന്ന് വിളിപ്പിച്ചിട്ടുണ്ട്. അതിൽ ശങ്കർദാസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനിടയില്ല, അസുഖബാധിതരാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന വിശദീകരണം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. വലിയ മാനങ്ങൾ ആ കേസിന് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്. അതിലേക്കൊക്കെ പോകാൻ കഴിയുമോ? രാജ്യാന്തര വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി വന്ന സാഹചര്യത്തിൽ എന്നുള്ളതും ഏറെ പ്രധാനമാണ്. എന്തായാലും ഇനിയിപ്പോൾ ഒരുപാട് നാളുകൾ ഇവരുടെ അന്വേഷണത്തിൽ ബാക്കിയില്ല. 6 ആഴ്ച കൂടിയാണ് അവസാനിച്ചത്. വരുന്ന 14-ാം തീയതിക്കകത്ത് ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കേണ്ടതായുമുണ്ട്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വലിയ തലത്തിൽ കേരളത്തിൽ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ കൊള്ളയടിച്ച ഒരു വലിയ സംഭവത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് എന്ന സംശയമാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. ശരി, വ്യക്തമാണ്. കുറഞ്ഞ സമയം കൊണ്ട് നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകളിലേക്കാണ് ഇപ്പോൾ SIT നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണം രാജ്യാന്തര തട്ടിപ്പ് സംഘത്തിലേക്ക് കൂടിയാണ് നീങ്ങുന്നത്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.